കർത്താവിൻ്റെ മഹനീയമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന നിരവധി ദൈവിക സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഇന്ന് യെശയ്യാ പ്രവചനം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ച് അതിലൊരു ആലോചന പങ്കുവയ്ക്കാം. അവിടെ ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഒരു രാത്രി വന്നു, പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഉണരും. ഒരു എഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പുതിയ തുടക്കങ്ങളുടെ സമയമാണ് എഴുന്നേൽപ്പ്. നമ്മുടെ ജോലികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ കൈവശമായി തീരണമെങ്കിൽ നാം എഴുന്നേറ്റ് പ്രകാശിച്ചേ പറ്റൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ തടസ്സമായി വരും. ദൈവം നമ്മളെ ആ തടസ്സങ്ങളിൽ നിന്നെല്ലാം എഴുന്നേൽപ്പിക്കുന്നവനായ ഒരു ദൈവമാണ്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന് തടസ്സമായി വരുന്ന ഒരു കാര്യം, മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു പക്ഷപാത രോഗിയെ അവൻ്റെ പക്ഷപാതത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ആ മനുഷ്യന് എഴുന്നേൽക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ ഒരു രോഗമായിരുന്നു. പക്ഷപാതം പിടിച്ച് എഴുന്നേറ്റ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും യാത്ര തുടരേണ്ടുന്നവന് സഞ്ചരിക്കാൻ കഴിയാതെ പക്ഷപാതം പിടിച്ചവൻ കിടക്കുകയാണ്. അവൻ പക്ഷപാതം പിടിച്ച് കിടക്കുവാനുള്ള കാരണം, ആ പക്ഷപാതത്തിൻ്റെ പിന്നിൽ പാപമായിരുന്നു അവനെ കിടത്തിക്കളഞ്ഞത്. ചിലരുടെ ജീവിതത്തിൽ അവർക്ക് എഴുന്നേൽപ്പിന് തടസ്സമായി നിൽക്കുന്നത് പാപമാണ്. ആ പാപം മാറിയാൽ അവർ എഴുന്നേൽക്കും, കിടക്കെടുത്ത് അവർ നടക്കും. അവർ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക്, അഭിവൃദ്ധികളിലേക്ക് അവർക്ക് ഓടുവാനും നടക്കുവാനും അത് കൈവശമാക്കുവാനും അവർക്ക് കഴിയും. ചിലരുടെ ജീവിതത്തിൽ നിന്ന് പാപം മാറിയാൽ അവർക്ക് എഴുന്നേറ്റ് പ്രകാശിക്കാനായിട്ട് കഴിയും. ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപം നിമിത്തം പക്ഷപാതം വന്നതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പാപത്തെ മോചിപ്പിച്ച് നിങ്ങളുടെ രോഗത്തെ മാറ്റി നിങ്ങളെ എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുന്നവരാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. കർത്താവായ യേശുക്രിസ്തു പാപങ്ങൾ മാറ്റി, പാപത്തിന് പരിഹാരം വരുത്തി നമ്മുടെ ജീവിതത്തെ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമകളാക്കി നമ്മളെ തീർക്കാൻ യേശുവിന് സാധിക്കും. യേശുവിൽ വിശ്വസിച്ച് ആ എഴുന്നേൽപ്പ് സ്വീകരിപ്പാൻ നിങ്ങളേവരും തയ്യാറായി അനുഗ്രഹിക്കപ്പെടണം. യേശു നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ആമേൻ, ആമേൻ.